Hi students, you all are welcome to the class of corporate accounting. Our topic for today it is intercompany transactions accounting treatment. Intercompany transactions. Often there may be certain transactions between transferor and a transferee company at a time of amalgamation, whereby the transferor company may be a debtor or creditor of the transferee company or vice versa. നമുക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ രണ്ട് കമ്പനികൾ അമാൽഗമേഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കമ്പനി രൂപീകരിക്കുമ്പോൾ അമാൽഗമേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് കമ്പനീസ് തമ്മിൽ യാതൊരു ട്രാൻസാക്ഷൻസും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിളിന് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് രണ്ടുപേരും കൂടെ അമാൽഗമേറ്റ് ചെയ്യുകയാണെങ്കിൽ അമാൽഗമേഷൻ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ട്രാൻസാക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതെങ്ങനെ അക്കൗണ്ടിൽ അതെങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യും, അതാണ് ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. So there may be different types of transactions in between transferor and transferee company. That transaction may be taken or happened before the decision they took regarding amalgamation. So that type of transaction may be like, it may be one loan given by one company to the other company. അമാൽഗമേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള രണ്ട് കമ്പനികൾ അമാൽഗമേഷൻ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അതിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ലിമിറ്റഡ് അസറ്റ് സൈഡിൽ ആ ലോൺ ഉണ്ടാവും ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ലോൺ ഗിവൺ ടു വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിന്റെ ലിയാബിലിറ്റി സൈഡിൽ ഉണ്ടാവും ലോൺ ടേക്കൺ ഫ്രം അല്ലെങ്കിൽ ലോൺ റിസീവ്ഡ് ഫ്രം എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് കമ്പനിയാണ് അമാൽഗമേറ്റ് ചെയ്യുന്നതെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് in the amalgamation transaction or in the account, in the books of accounts of transferor and transferee company, it will be discussed here. So that it is first transaction, loan given by one company to the other company. Another one, it is bills accepted by one company or drawn by other company. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ പേരിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ബില്ല്, അല്ലെങ്കിൽ ഒരു കമ്പനി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ല് മറ്റൊരു കമ്പനിയിൽ നിന്ന്, അത്തരത്തിലുള്ള രണ്ട് കമ്പനിയാണ് അമാൽഗമേഷൻ ഓർ അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ സോ ഹൗ ഇറ്റ് വിൽ ബി എഫക്റ്റഡ്. ജസ്റ്റ് ലൈക്ക് ഗുഡ് പർച്ചേസ്ഡ് ഫ്രം ദ അതർ കമ്പനി. നമ്മൾ പറയുന്ന ട്രാൻസ്ഫറർ കമ്പനി ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്നും മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദ എമൗണ്ട് ഈസ് നോട്ട് യെറ്റ് പെയ്ഡ്, കടായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ സോ ഇറ്റ് മേ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ്. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ വാങ്ങിച്ച മെറ്റീരിയൽ ഇതുവരെ സ്റ്റിൽ ഇറ്റ് കീപ്സ് ദെയർ ഇൻ ദെയർ സ്റ്റോക്ക്. ട്രാൻസ്ഫറർ കമ്പനി ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്നും സ്റ്റോക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചിരുന്നു. ആ മെറ്റീരിയൽസ് സ്റ്റിൽ നമ്മൾ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ പറയുന്ന ട്രാൻസ്ഫറർ കമ്പനിയുടെ സ്റ്റോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി ട്രീറ്റഡ്. ഇറ്റ്സ് ലൈക്ക് ഗുഡ്സ് സോൾഡ് ടു വൺ കമ്പനി ബൈ അതർ കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ, സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. So these are some of the examples for intercompany transactions. So from today's topic, we will discuss how it will be recorded in the accounts of transferor and a transferee company. So these are some of the examples: loan given by one company to other company, bills or bill of exchange drawn by one company or accepted by the one company, then goods purchased from the other company or goods sold to one company by the other company. അപ്പൊ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഉള്ള രണ്ട് കമ്പനികളാണ് അമാൽഗമേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി ട്രീറ്റഡ്. ഓക്കെ, നമുക്കത് പരിശോധിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് no adjustment is required in the books of transferor company in any of the situations mentioned above. ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മുകളിൽ പറഞ്ഞ ഒരു സിറ്റുവേഷൻസിലും ഒരു ജേണൽ എൻട്രിയും ഒരു ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരില്ല. ഇത് ഓർമ്മയിൽ വെക്കുക. ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ്, വെദർ ഇറ്റ് ഈസ് one company sold goods to another company or whether the one company given loan to another company, whatever may be there, in any of the situation mentioned above,
there is no need of any adjustment entries in the books of transferor company or liquidating or closing company. Closing companyയുടെ books of accounts യാതൊരു എൻട്രിയും ആവശ്യമില്ല. Then treatment in the books of transferee company. For transferor companyയുടെ books of accounts ആവശ്യമില്ലെന്ന് പറഞ്ഞു. So we need to check how it will be treated in the books of transferee company. So രണ്ട് കേസ് ആണുള്ളത്. ഫസ്റ്റ് കേസ് ഇറ്റ് ഇസ് cancellation of common debts. Common debt എന്ന് പറയാൻ കാരണം എച്ച് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് രണ്ട് കമ്പനിയും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് ഞങ്ങൾ സെഡ് ലിമിറ്റഡ് ഫോം ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ സെഡ് ലിമിറ്റഡ് ഞങ്ങൾ ബൈ ചെയ്തിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് സെഡ് ലിമിറ്റഡ് ഫോം ചെയ്തിരിക്കുന്നത് ബൈ അക്വയറിംഗ് ദ ബിസിനസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പൊ എക്സിനും വൈക്കും ഇടയിലുള്ള കോമൺ ഡെപ്റ്റ്, അതാണ് നേരത്തെ പറഞ്ഞ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന് കൊടുത്തുന്ന ലോൺ, അല്ലെങ്കിൽ വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിൽ നിന്ന് കടമായിട്ട് സാധനം അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് വഴി ഉണ്ടായിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഡെറ്റേഴ്സ്, ഇത്തരത്തിലുള്ള കോമൺ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ or mutual indebtedness or debts owed by one company to the other, it should be cancelled. So intercompany debts represented by common debtors or bill of exchange or loan are cancelled by passing an additional entry in the books of the transferee company. ട്രാൻസ്ഫറി കമ്പനിയുടെ ഓപ്പണിംഗ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു പ്രത്യേക ജേണൽ എൻട്രി പാസ്സാക്കിക്കൊണ്ട് കോമൺ ഡെപ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതിയാവും. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ജേണൽ എൻട്രി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. നിലവിൽ പുതുതായി രൂപീകരിച്ച കമ്പനിയെ നമ്മുടെ മുന്നിലുള്ളൂ. പഴയ രണ്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു, എക്സ് വൈ. അപ്പൊ എക്സ് കമ്പനി വൈ ലിമിറ്റഡിന് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് വൈ ലിമിറ്റഡിന് എക്സ് ലിമിറ്റഡിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇടയിലുള്ള കോമൺ ഡെപ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി ക്യാൻസൽഡ് ബൈ ഡെബിറ്റിംഗ് ഇറ്റ് ആൻഡ് ഡെറ്റേഴ്സ് വുഡ് ബി ക്യാൻസൽഡ് ബൈ ക്രെഡിറ്റിംഗ് ഡെറ്റേഴ്സ്. ഇപ്പൊ ട്രാൻസ്ഫറി കമ്പനി ഓപ്പണിംഗ് കമ്പനിയിൽ ജേണൽ എൻട്രി പാസ്സാക്കാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്, എമൗണ്ട് കോമൺ ഡെപ്റ്റ് ഓൺലി. എത്രയാണോ അവർ തമ്മിലുള്ള ഡെപ്റ്റ്, കോമൺ ഡെപ്റ്റ് എമൗണ്ട്, ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ചെയ്യുക. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ the entry will be like this: bills payable account debtor to bills receivable account. ഒരു കമ്പനിയിലെ ബിൽസ് പേയബിൾ ആണെങ്കിൽ മറ്റൊരു കമ്പനിയിലെ ബിൽസ് റിസീവബിൾ ആയിരിക്കും. എക്സ് ലിമിറ്റഡ് കൊടുക്കാനുള്ള കമ്പനി ആണെങ്കിൽ വൈ ലിമിറ്റഡ് അത് വാങ്ങിക്കാനുള്ള കമ്പനിയാണ്. അതാണ് ഇന്റർ കമ്പനി ഡെറ്റ്സ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഡെപ്റ്റ് should be cancelled by passing these type of journal entries. Then number 2, it is cancellation of unrealized profit. So unrealized profit means it's a profit which is included in the unsold stock of the transferor company. Unsold stock of the transferor company. Transferor കമ്പനിയിൽ ബാക്കിയായിട്ടുള്ള മെറ്റീരിയൽസ് അൺസോൾഡ് സ്റ്റോക്കിൽ ഉള്ള പ്രോഫിറ്റ് എലമെന്റ്. അതിൽ പ്രോഫിറ്റ് എങ്ങനെ വന്നു എന്ന് പറയുന്നത് അത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ വഴി വന്ന സ്റ്റോക്കാണ്. അത്തരത്തിലുള്ള സ്റ്റോക്കിന്റെ മേലെയുള്ള പ്രോഫിറ്റിനെയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുക. എക്സാമ്പിളിന് എക്സ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൽ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. എക്സ് ലിമിറ്റഡിന്റെ സ്റ്റോക്കിൽ വൈ ലിമിറ്റഡിന്റെ സ്റ്റോക്ക് ഉണ്ട്. നമുക്കറിയാം വൈ ലിമിറ്റഡ് സ്റ്റോക്ക് എക്സ് ലിമിറ്റഡിന് വിറ്റിട്ടുണ്ടാവുക ഇൻവോയ്സ് പ്രൈസിലാണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൽ, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്രൈസിൽ. വൈ ലിമിറ്റഡിന്റെ സ്റ്റോക്കാണ്, വൈ ലിമിറ്റഡ് സെയിൽ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഓർ മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫറർ ലിമിറ്റഡിന്റെ സ്റ്റോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അമാൽഗമേഷൻ സമയത്ത് വരെ അത് അൺസോൾഡ് ആയിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് അത് സെയിൽ ചെയ്തിട്ടില്ല എങ്കിൽ we call it as unsold stock. Already Y Limited charge ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് or the stock it is increased by a price of profit charged by transferee company. Transferee company അതിന്റെ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് അത് എക്സ് ലിമിറ്റഡിന് സെയിൽ ചെയ്തിരിക്കുന്നത്. But that same stock again coming back to the transferee company. So there is a need of getting reduced it to the cost price. നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ നമ്മളത് അതിന്റെ കോസ്റ്റ് പ്രൈസിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതിന്റെ പ്രോഫിറ്റ് എലമെന്റ് ക്യാൻസൽ ചെയ്യണം എന്നർത്ഥം.
So it will be done by passing a journal entry that it is goodwill account debtor to stock account. Stock, the value of stock will be reduced by that profit amount and it will be adjusted in goodwill account. Or capital reserve account debtor to stock. നിലവിൽ പ്രോഫിറ്റ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് വിൽ ബി റിഡ്യൂസ്ഡ് ഓർ പ്രോഫിറ്റ് വിൽ ബി റിഡ്യൂസ്ഡ്. സ്റ്റോക്ക് വാല്യൂ ആൾസോ വിൽ ബി റിഡ്യൂസ്ഡ്. അസറ്റ് സൈഡിൽ നിന്ന് സ്റ്റോക്കിൽ വില കുറയും. Same amount will be reduced from capital reserve because that profit it is not yet realized. So all these are the accounting entries which is needed to be passed in the books of accounts of transferee company with regards to intercompany transactions. Thank you all.